എൻ്റെ പേര് ശീതൾ എന്നാണ്. ഞാൻ പേരാവൂറാണ് എൻ്റെ സ്ഥലം. ഞാൻ ഇസ്രായേലിൽ പോകുന്നതിന് വേണ്ടി നമുക്ക് മുമ്പേ അവിടെ ബോംബെയിൽ ചെല്ലുന്നതിന് മുമ്പ് നമുക്കൊരു മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഏജന്റ് മെഡിക്കലിന് പോയി നോക്കുമ്പോൾ ഇതുവരെ എനിക്ക് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതിൽ കണ്ടത്. ഗോൾ ബ്ലാഡറിൽ സ്റ്റോണ്, റൈറ്റ് കിഡ്നിയിൽ സ്റ്റോണ്. ഏജന്റിനെ വിളിച്ചപ്പോൾ ഏജന്റ് പറഞ്ഞു, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, നീ മെഡിക്കലി അൺഫിറ്റ് ആണ്, അത് കാരണം നീ ബോംബെയിലേക്ക് ഇനി വന്നിട്ട് കാര്യമുണ്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അടുത്ത യൂറോളജിസ്റ്റിനെ കണ്ടു. യൂറോളജിസ്റ്റ് പറഞ്ഞു ഗോൾ ബ്ലാഡർ പിത്താശയം എടുത്ത് കളയണം എന്നൊക്കെ. ഒന്നാമത് ഇഞ്ചക്ഷൻ ഒക്കെ കാണുമ്പോൾ തന്നെ പേടിയുള്ള ഞാനാണ് ഇനി സർജറിക്ക് പോകേണ്ടത്. അപ്പൊ ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയി. അന്ന് എന്ത് ചെയ്തു, വൈകുന്നേരം റിപ്പോർട്ടൊക്കെ എടുത്ത് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, തെറ്റുവഴിയുള്ള സിനൂബ് എന്നാണ് പേര്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ആവില പള്ളിയിൽ പോയിട്ടൊന്ന് അച്ഛനെ കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാ പോകാം, എപ്പോഴാ പോവണ്ടേന്ന്. അപ്പൊ തന്നെ ആള് അവരുടെ ആന്റീനെ ഒക്കെ വിളിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞു, ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയാണ് അച്ഛനെ കാണാൻ പറ്റുക. അങ്ങനെ കാണാൻ പോകണം എന്നുണ്ടെങ്കിൽ രാവിലെ വെളുപ്പിന് ഒരു 4:30 5 മണിയാകുമ്പോൾ പള്ളിയിൽ എത്തണം, പറ്റുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാ ഞാൻ പോകാം. അങ്ങനെ തിങ്കളാഴ്ച, എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. 30-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഞാൻ 5 മണിയായപ്പോൾ ഇവിടെ പള്ളിയിലെത്തി. അപ്പൊ അന്ന് ഒരിക്കലും മറക്കാത്ത ഒരു ദിവസം കൂടിയാണ്. അന്ന് അച്ഛന്റെ പിറന്നാളും കൂടെ ആയിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ പ്രാർത്ഥനയിലും കാര്യത്തിലൊക്കെ പങ്കെടുത്തു. 10 മണിയായപ്പോൾ ഞാൻ അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അച്ഛന്റെ മുമ്പിൽ ഇരിക്കുന്നത്. എങ്ങനെ പറയണം എന്നൊന്നും അറിയുന്നില്ല. അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛന്റെ ആ ഒരു ചോദ്യത്തിൽ എനിക്ക് കരച്ചിലും വരുന്നുണ്ട്, കാര്യം പറയാനും പറ്റുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ റിപ്പോർട്ട് കാണിച്ചു. അച്ഛൻ വളരെ കൂളായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. അച്ഛൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ വരുന്ന നമ്മുടെ കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ ദിവസം വന്ന് സാക്ഷ്യം പറയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛോ ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ആ തിങ്കളാഴ്ച ദിവസം ഞാൻ വീണ്ടും പോയി. 10 ദിവസം കഴിഞ്ഞു. ഞാൻ സ്കാൻ ചെയ്തപ്പം ആദ്യം, അതായത് 10 ദിവസത്തെ ഗ്യാപ്പിലാണ് ഞാൻ സ്കാൻ ചെയ്യുന്നത്. ആദ്യത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ എന്താണോ ഉള്ളത് അതൊന്നും തന്നെ എൻ്റെ രണ്ടാമത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ കാണുന്നില്ല. അപ്പൊ ഞാൻ കരുതി ഡോക്ടർക്ക് തെറ്റ് പറ്റിയോ എന്താണെന്നൊന്നും തിരിയുന്നില്ല. അപ്പൊ തന്നെ ഒന്നുകൂടെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് നോക്കുമെന്ന്. ഡോക്ടർ പറഞ്ഞു, ഒന്നുമില്ല, 10 ദിവസത്തെ നീ എന്താ ചെയ്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ ഒരു സൂത്രമാണ്, ഞാൻ ഒരു ദിവസം പറയാം, ഞാൻ വരുന്നുണ്ട്. കാരണം എനിക്ക് ഇത് പറയണം. ആദ്യം ഞാൻ പറയേണ്ട വ്യക്തി അച്ഛനാണല്ലോ. എനിക്കറിയാം അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഫോൺ എടുക്കില്ല എന്നറിയാം. പക്ഷെ എന്നാലും ഞാൻ വിളിച്ചു, 2 തവണ 3 തവണ വിളിച്ചു, അച്ഛൻ ഫോൺ എടുത്തില്ല. അതുകൂടാതെ അന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും മത്താശി വരുന്നു, വിസ വരുന്നു, എൻ്റെത് മാത്രം ഒന്നും ആവുന്നില്ല. ഒന്നാമത് മെഡിക്കൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതെനിക്കറിയാം. അച്ഛൻ പറഞ്ഞു, ഈ ഒരു പ്രാർത്ഥന പാസ്പോർട്ടിൽ വെക്കുക, ദിവസം 33 തവണ ആ പ്രാർത്ഥന ചൊല്ലണം എന്ന്. ഒന്നാമത് ഞാനൊരു ഹിന്ദു ആണ്. പക്ഷെ എൻ്റെ വിശ്വാസം മുഴുവൻ എന്ന് വെച്ചാൽ കൃപാസന മാതാവ് അന്തോണീസ് പുണ്യാളനെയാണ് ചെറുപ്പം മുതലേ വിളിക്കുന്നത്. കാരണം പഠിച്ചതൊക്കെ ക്രിസ്ത്യൻ സ്കൂളിലും കോളേജിലൊക്കെയാണ്. അപ്പൊ ഞാൻ അവരോടും പറഞ്ഞു, അച്ഛനോടും പറഞ്ഞു. അച്ഛൻ ഈ പ്രാർത്ഥന എന്നോട് ചൊല്ലാൻ പറഞ്ഞു. കറക്റ്റ് തിങ്കളാഴ്ച ദിവസം എൻ്റെ റിപ്പോർട്ടിന്റെ അന്നേ ദിവസം തന്നെ എൻ്റെ മത്താശ് വന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം തിരുനാളിന് എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനടുത്ത ദിവസം എനിക്ക് ഒരു ഉറപ്പുമില്ല, ഞാൻ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോൾ ഇവിടെ വന്നു. അച്ഛനെ കാണില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. എന്നാലും ബ്രദറിന്റെ കയ്യും കാലും പിടിക്കാൻ, അച്ഛനെ ഒരു നോട്ടം കാണാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ വന്ന് പള്ളിയുടെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛന്റെ കൂടെ നിന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, വ്യാഴാഴ്ച ധ്യാനം കൂടാൻ വരണം. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എന്നെ ഇവിടത്തേക്ക് എത്തിക്കാൻ സഹായിച്ച സിനൂബ് എന്ന വ്യക്തി. അതിലൂടെ അച്ഛനിലേക്ക് ഞാൻ എത്തി. ആവില അമ്മയുടെ ഒരു അനുഗ്രഹവും അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോ പോവാൻ റെഡിയായിരിക്കുകയാണ്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇത് 13-ാം തീയതി, അതായത് ജൂൺ മാസം 13-ാം തീയതി എടുത്ത മെഡിക്കലാണ്. ഇതനുസരിച്ചാണ് കോൾ ബ്ലാഡറിൽ കല്ലുള്ളതും അതുപോലെ ഇതാണ് ഫസ്റ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം. അപ്പോൾ ഇതനുസരിച്ച് ഉള്ള പ്രശ്നങ്ങൾ, അത് സർജറി ചെയ്യണം. പിത്താശയമാണ് റിമൂവ് ചെയ്യാൻ, അത് സർജറി ചെയ്യണം. അപ്പോൾ ഈ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് ബോംബെയിൽ ഇന്റർവ്യൂവിന് തന്നെ ചെന്നിട്ട് കാര്യമില്ല. മെഡിക്കൽ ഓൾറെഡി ഫെയിൽഡ് ആണ്.
അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 10 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അതേ മെഡിക്കൽ ചെയ്യുമ്പോൾ ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മത്താശ വരാനും ഈ അടുത്ത ദിവസം മറ്റന്നാള് ഇസ്രായേലിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിരിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. മരുന്നോ ലേപനോ ഔഷധങ്ങളോ അല്ല, അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഹല്ലേലൂയ. എല്ലാ സ്വപ്നങ്ങളും ഇതുവരെ പഠിച്ചതും അതുപോലെ പേപ്പർ വർക്ക് ചെയ്തതും പണം മുടക്കിയതും ആശ വെച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞു എന്ന ഒരു എല്ലാം അവസാനിച്ച് സ്വപ്നങ്ങളൊക്കെ തീർന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മനുഷ്യന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവ് ഇടപെടുകയും അനുഗ്രഹിക്കുകയും സൗഖ്യം നൽകുകയും മറ്റു തടസ്സങ്ങളെല്ലാം മാറാൻ ഇടവരുകയും ചെയ്തു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കാറ്റും കടലും ശാന്തമാ